നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ വേൾഡിൽ ഒരു ഡിജിറ്റൽ നോളജും സ്കില്ലൊന്നും ഇല്ലാണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമായിട്ട് തന്നെയാണ് വരുന്നത്. സോ ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. അതായത് ഫയൽ മാനേജ്മെന്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഏതൊരു ഫീൽഡിൽ പോയാലും കമ്പ്യൂട്ടറിന്റെ ആവശ്യം വളരെയേറെയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഇന്റർനെറ്റ് എറ്റിക്വിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. എല്ലാം ഡിജിറ്റലായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത്രയും ഡിജിറ്റലായ ഒരു വേൾഡിൽ നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരുപാടുണ്ട്. സോ നമ്മുടെ സേഫ്റ്റി നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്റർനെറ്റ് കംപ്ലീറ്റ്ലി അത്ര സേഫ്റ്റി ഉള്ള ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പോൺസിബിൾ ആയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് പാസ്വേഡ്, നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയാസിനും ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. പിന്നെ സ്കാംസിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സ്കാമൊക്കെ നടക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സോ അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞു സോഷ്യൽ മീഡിയ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ചെറിയ തെറ്റ് മതി സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു വലിയ മോശം ഇമ്പാക്ട് ഉണ്ടാക്കി തരാനായിട്ട്. സോ അത്രയും സൂക്ഷിച്ച് മാത്രം സോഷ്യൽ മീഡിയാസ് ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇന്റർനെറ്റ് വഴിയാണ്. ഇപ്പം ഇമെയിൽ ആയാലും ചാറ്റ്സ് ആയാലും എല്ലാം നമ്മൾ ഡിജിറ്റലി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അതായത് ഡിജിറ്റലി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലാണെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഫേമിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത്, അത് ഒഫീഷ്യലി ഉള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത് മെയിൽ വഴിയായിരിക്കും. അപ്പോൾ മെയിൽ എങ്ങനെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിലിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ബേസിക് ഡിജിറ്റൽ സ്കില്ലുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കാലം മാറുന്നതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആകേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇനി വരുന്ന കാലത്ത് ഡിജിറ്റൽ വേൾഡിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ ഇതേപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.